വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ടി കെ മാധവൻ്റെ ജനിച്ചത് 1885, മരിച്ചത് 1930. 1885 ജനിച്ചു, 1930 മരിച്ചു. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ജനിച്ചു. നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നു. 1992 ഗാന്ധിജിയെ കണ്ടുമുട്ടി. ടി കെ മാധവൻ ജനിച്ചത് 1885 1930 അന്തരിച്ചു. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ജനിച്ചു. നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നു. 1992 ഗാന്ധിജിയെ കണ്ടുമുട്ടി. 1925 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1925 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ്, നങ്ങ്യാർകുളങ്ങര. ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ്, നങ്ങ്യാർകുളങ്ങര. 1925 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ്, നങ്ങ്യാർകുളങ്ങര. അടുത്ത ആളാണ് ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവൻ ജനിച്ചത് 1882 ജനിച്ചു. 1950 അന്തരിച്ചു. 1882 ജനിച്ചു, 1950 അന്തരിച്ചു. ജനനം മാവേലിക്കര. യഥാർത്ഥ പേര് പാപ്പൻകുട്ടി. 1932 ആത്മോപദേശ സംഘം രൂപീകരിച്ചു. 1932 ആത്മോപദേശ സംഘം രൂപീകരിച്ചു. ആസ്ഥാനം ചെറുകോൽ. അടുത്ത ആളാണ് സി വി കുഞ്ഞിരാമൻ ജനിച്ചത് 1871 ജനിച്ചു, 1949 അന്തരിച്ചു. 1871 ജനിച്ചു, 1949 അന്തരിച്ചു. കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് ജനിച്ചത്. ജനിച്ചു. കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ. 1911 കേരള കൗമുദി മലയാള രാജ്യം. 1911 കേരള നദി നിലവിൽ വരുന്നത്. മലയാള രാജ്യം പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു. സുനന്ദിനി മാസിക പുറത്തിറക്കി. 1922-31 വർഷങ്ങളിൽ SNDPയുടെ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം. 1928-31 വർഷങ്ങളിൽ SNDPയുടെ സെക്രട്ടറി. ഈഴവ കൗമുദി ഇദ്ദേഹം ഇറക്കിയതാണ്. ഈഴവ കൗമുദി. 1928-31 വർഷങ്ങളിൽ SNDPയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അടുത്ത ആളാണ് മിതവാദി സി കൃഷ്ണൻ. 1867 ജനിച്ചു, 1938 അന്തരിച്ചു. 1867 ജനിച്ചു, 1938 അന്തരിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ജനിച്ചു. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. 1913 മിതവാദി മാസിക പുറത്തിറക്കി. കേരള സഞ്ചാരി പത്രത്തിൻ്റെ പത്രാധിപൻ. കേരള സഞ്ചാരി പത്രത്തിൻ്റെ പത്രാധിപൻ. മഹാബോധി ബുദ്ധ മിഷൻ സ്ഥാപിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ജനിച്ചു. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. 1913 മിതവാദി മാസിക പുറത്തിറക്കി. കേരള സഞ്ചാരി പത്രത്തിൻ്റെ പത്രാധിപൻ. മഹാബോധി ബുദ്ധ മിഷൻ സ്ഥാപിച്ചു. ഇനി പറയുന്ന പോയിന്റ് മിതവാദി ശ്രീകൃഷ്ണൻ്റെ അല്ല കേട്ടോ, മൂർഖോത്തുകുമാരൻ്റെയാ. പക്ഷേ അത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിതവാദിയായിട്ട് ബന്ധപ്പെട്ട് മിതവാദി പത്രത്തിൻ്റെ സംഭവമായിട്ട് മിക്കവാറും ഓപ്ഷനിൽ മൂർഖോത്തുകുമാരൻ കാണുമ്പോൾ തെറ്റിക്കാറുണ്ട് എല്ലാവരും തന്നെ. മൂർഖോത്തുകുമാരൻ എന്നുള്ള ഇത് വരുമ്പോൾ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൽ കണക്ട് ചെയ്ത് ഞാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ. 1907 തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രം ആദ്യം പുറത്തിറക്കിയത് ആരാന്ന് ചോദിച്ചാൽ മൂർഖോത്തുകുമാരനാണ്. 1907 തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രം ആദ്യം പുറത്തിറക്കിയത് മൂർഖോത്ത് കുമാരൻ. മിതവാദി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ മൂർഖോത്ത് കുമാരൻ. അടിച്ചമർത്തപ്പെട്ടവൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദി.
വീണപൂവ് ഒ ചന്തുമേനോൻ്റെ ബയോഗ്രഫി എന്നിവ ആദ്യം പ്രസിദ്ധീകരിച്ചതും മിതവാദി. വീണപൂവ് ഒ ചന്തുമേനോൻ്റെ ബയോഗ്രഫി എന്നിവ ആദ്യം പ്രസിദ്ധീകരിച്ചത് മിതവാദി. 1907 തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രം ആദ്യം പുറത്തിറക്കിയത് മൂർക്കോത്തുകുമാരൻ. മിതവാദി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ മൂർക്കോത്തുകുമാരൻ. അടിച്ചമർത്തപ്പെട്ടവൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദിയാണ്. വീണപൂവും ഒ ചന്തുമേനോൻ്റെ ബയോഗ്രഫി എന്നിവ ആദ്യം പ്രസിദ്ധീകരിച്ചതും മിതവാദിയിലാണ്. അപ്പോൾ ഈ 3 കുഞ്ഞ് പോർഷൻസ് ആട്ടോ. 5 മിനിറ്റ് 6 മിനിറ്റോ ഉള്ളൂ ഈ വീഡിയോ. ചെറിയ ആൾക്കാരുടെ കുറച്ച് സംഭവമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോട്ടൊക്കെ എഴുതിയെടുക്കുക. വീണ്ടും ഞാൻ പറയുന്നു, നോട്ട് വേണ്ട ആൾക്കാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ PDF അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച മുതൽ ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ഞാൻ ഇട്ടുന്ന നോട്ടുകളുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാം കേട്ടോ. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി പറയണമല്ലോ, ഇനി അങ്ങനെയും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ നമുക്ക് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.